സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുള്ള നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. വളരെ ഉപകാരപ്രദമായ നല്ല ടിപ്സുമായിട്ടാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് നാരങ്ങ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ്. ലൈറ്റായിട്ടുള്ള എന്തൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു മണമാണ് ഈ ഒരു നാരങ്ങയ്ക്കുള്ളത് അല്ലേ. അപ്പോൾ അത് നമ്മൾ വീട് മൊത്തം അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ അതിൻ്റെ ഒരു സ്മെല്ല്, ബെഡ്റൂമിലാകട്ടെ ഗസ്റ്റ് റൂമിലാകട്ടെ എവിടെയാണെങ്കിലും നമുക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ചെയ്താൽ നമുക്ക് ഒരു മാസത്തോളം ആ ഒരു നമ്മൾ വെക്കുന്ന സ്പേസ് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. ഇതുപോലെ 4ആയി മുറിച്ചതിന് ശേഷം ഒരു നല്ല ഭംഗിയുള്ളൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, പോസിറ്റീവ് എനർജിയുടെ വേറൊരു വേർഷനാണ് ഉപ്പ്. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊരു സ്മെല്ലാണ് ഇഷ്ടം, കംഫർട്ടിൻ്റെ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഊതാണെങ്കിൽ അത്, ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഗ്രാമ്പൂടെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ അത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സ്മെല്ല് ലൈറ്റായിട്ട്, ഏതൊരു സ്മെല്ലും ലൈറ്റായിട്ടുള്ള സ്മെല്ലായിരിക്കുമല്ലോ നമുക്കിഷ്ടം. ഞാനിപ്പോൾ ഇവിടെ പട്ട വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പട്ടയുടെ ഒരു നല്ലൊരു സ്മെല്ലാണല്ലോ, എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് ലൈറ്റായിട്ടുള്ള. അപ്പോൾ ഞാൻ പട്ട അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നാരങ്ങയിൽ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു ടിപ്പാണ്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഒരു മാസത്തോളം അതിൻ്റെ ഒരു സ്മെല്ല് നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ കെച്ചപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാക്കറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് കളയലാണല്ലോ പതിവ്. പക്ഷേ ഇനി ഇത് കളയേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ അത്ര നല്ലൊരു യൂസിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. നല്ലതുപോലെ അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ആദ്യം സോപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്ത് നല്ല ക്ലീനാക്കി എടുക്കണം കേട്ടോ. ഒരു തരി പോലും അതിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു മൊനയുള്ള ഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് നിറയ്ക്കുവാൻ പറ്റുള്ളൂ, ഒഴിക്കാൻ ഈസിക്ക് വേണ്ടി കേട്ടോ. നേരിയ ചൂടുവെള്ളം, വളരെ നല്ല ഭയങ്കരമായിട്ട് ചൂടായ വെള്ളമല്ല, നേരിയ ചൂടുവെള്ളം ഇതുപോലെ ആ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ഈ ഒരു സോസിൻ്റെ പാക്കറ്റിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, നമ്മൾ ഹോട്ട് ബാഗൊക്കെ ഉണ്ടാവുമല്ലോ, ഹോട്ട് ബാഗ് ഇല്ലാത്തവർക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. വളരെ എഫക്റ്റീവായിട്ട് തോന്നി. ഞാനിത് ചെയ്തു നോക്കി, 100% എഫക്റ്റീവാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ അധികം ചൂടുള്ള വെള്ളം ഒഴിക്കരുത്, നേരിയ ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഹോട്ട് ബാഗ് വെക്കുന്ന സ്ഥലം, ഇപ്പോൾ നമുക്ക് പുറം വേദന ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വെക്കാറുണ്ട്. ജോയിൻറ്റ് പെയിൻ ഉണ്ടെങ്കിൽ ജോയിൻറ്റിൽ, ഇപ്പോൾ കൈയുടെ അവിടെ ഒരു മസിൽ പിടുത്തം, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഇത് അതേ രീതിയിൽ തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ചെറിയൊരു സോസിൻ്റെ പാക്കറ്റ് ആയതുകൊണ്ടാണ്. വലിയ സോസിൻ്റെ പാക്കറ്റ് ആണെങ്കിൽ ഇത്തിരിയും കൂടി നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല എഫക്റ്റായിട്ടും തോന്നി കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലൈക്ക് ഇടുക കേട്ടോ. ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുകയുള്ളൂ. അടുത്തായിട്ട് നമുക്ക് കൈ നനയാതെ തന്നെ പാത്രം കഴുകുക. അതിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് നമ്മളുടെ ഗ്ലൗസ് ആണ് കേട്ടോ. ഗ്ലൗസ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കുക. സ്ക്രബ്ബർ വേണമെങ്കിൽ സ്ക്രബ്ബർ എടുക്കുക, അല്ലെങ്കിൽ സ്പോഞ്ച് വേണമെങ്കിൽ സ്പോഞ്ച് എടുക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചാലും നല്ലതാണ്. പ്ലേറ്റൊക്കെ കഴുകുമ്പോൾ നമുക്ക് സ്പോഞ്ച് കൊടുക്കാം. ഈ കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു സ്ക്രബ്ബറിൽ നല്ലതുപോലെ ഉരച്ച് കൊടുത്താൽ നല്ല മൂർച്ച വയ്ക്കും. ഇതിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും നല്ല മൂർച്ച വയ്ക്കും കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഓരോ അളവിനനുസരിച്ച് ഇത് വെട്ടിയെടുക്കുക. എന്നിട്ട് പശ കൊണ്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. 5 വിരലിലും അതുപോലെ തന്നെ നടുവിലും ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക.
അത് ഏതൊരു പശയാണെങ്കിലും കുഴപ്പമില്ല, മറ്റേ ക്വിക്ക് ഫിക്സ് ഒന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്ലൗസ് പെട്ടെന്ന് ഫെയ്ഡായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും മാറ്റിയെടുക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഇത് മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. വേറൊന്നുമല്ല, നമുക്ക് നമ്മളുടെ സ്ക്രബ്ബർ ആണെങ്കിലും ചീത്താവും, ഗ്ലൗസ് ആണെങ്കിലും ചീത്താവും കേട്ടോ. അപ്പോൾ ഒരു തരി കൈ നനയാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ പാത്രം കഴുകാം കേട്ടോ. ഇത് നമുക്ക് സ്പോഞ്ചിലും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ് ഒക്കെ കഴുകില്ലേ, പ്ലേറ്റ് ഒക്കെ കഴുകുമ്പോൾ നമുക്ക് സ്പോഞ്ചിൽ കഴുകാം. അതുപോലെ തന്നെ നല്ല ഹാർഡായിട്ടുള്ള പാത്രങ്ങളാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ക്രബ്ബർ കൊണ്ടും കഴുകാം കേട്ടോ. അലർജി പ്രോബ്ലം ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ കുക്കറിൻ്റെ സൈഡൊക്കെ നമ്മൾ കഴുകാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ. ഇത് വിരൽ വെച്ച് തന്നെ നമ്മൾ ഇതുപോലെ ഉരക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. അതുപോലെ തന്നെ കയ്യിൽ ഒരു തരി സോപ്പോ ഒന്നും ആവില്ല. നമ്മൾ സോപ്പ് മുക്കേണ്ട കാര്യമില്ല. കുറച്ച് സോപ്പ് വെള്ളം എല്ലാ പാത്രങ്ങളിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകാൻ നിൽക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പാത്രം കഴുകാനും പറ്റും. അതുപോലെ തന്നെ നല്ല ക്ലീനായും കിട്ടും കേട്ടോ. ഈ ഒരു നോൺ സ്റ്റിക്ക് ഞാനിപ്പോൾ ഈ സ്ക്രബ്ബറിൽ കഴുകണം. ഇതൊരു പഴയ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്പോഞ്ചിലേ കഴുകാവുള്ളൂ എന്ന് അറിയാട്ടോ. പക്ഷേ ഇതൊരു പഴയതാണ്, അതുകൊണ്ടാണ് ഞാൻ സ്ക്രബ്ബറിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നല്ല കറ പിടിച്ചതൊക്കെ നല്ല ക്ലീനായി കിട്ടും. നമ്മൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ കഴുകി പിഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് വിരിച്ചിട്ടാൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു സൈഡിൽ തന്നെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരാഴ്ചയോളം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഒരു തരി കയ്യിൽ വെള്ളമോ സോപ്പോ ഒന്നും പറ്റാതെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമ്മൾ ചായ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചായയുടെ ചണ്ടി നമ്മൾ കളയലാണ്. ഇനി അത് കളയരുത് കേട്ടോ. നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സ്ക്രബ്ബർ കൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. അത് നമ്മളുടെ ചായപ്പൊടി എടുത്തതിന് ശേഷം കുറച്ച് ഒരു നുള്ള് വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, കുറേയൊന്നുമില്ല, സോപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ കുക്കറൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ഒരു കളർ വ്യത്യാസം വരില്ലേ, ഒരു മഞ്ഞ കളറൊക്കെ വരില്ലേ, സാമ്പാർ വെച്ച് അങ്ങനെ പല കറികളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു മഞ്ഞ കറ വരും. ആ ഒരു കറ പോയി കിട്ടാനായിട്ട് നമ്മളുടെ ഈ ഒരു ചായ പൊടിയുടെ ഇതുകൊണ്ട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ ചായപ്പൊടി കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല കിടിലനായിട്ട് വെളുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സോപ്പ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു ചായപ്പൊടിയുടെ ചണ്ടി കൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം കഴുകിയെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സെറാമിക് പാത്രങ്ങൾ, അതുപോലെ നല്ല കുപ്പി ഗ്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുവാനായിട്ട് നമ്മൾ ഈ ഒരു ചായപ്പൊടിയുടെ മിശ്രിതം കൊണ്ട് ഇതുപോലെ കഴുകിയെടുത്താൽ ചായക്കറ ഒരു കുറച്ച് നാൾ നമ്മൾ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചുമ്പോൾ ഒരു മഞ്ഞയായിട്ട് വരില്ല, അതൊക്കെ പോയി കിട്ടാനായിട്ട് ഈ ചായപ്പൊടിയുടെ ഇതുകൊണ്ട് കഴുകി കഴിഞ്ഞാൽ മാറും കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ചായയുടെ ചണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ടൈം നല്ല കിടിലൻ വീഡിയോയുമായി വരാം.